പതിവ് പോലെ തന്നെ സിനിമ സീരിയൽ രംഗത്തുള്ള പ്രമുഖർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തവണയും നടി ചിപ്പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് പതിവ് തെറ്റിച്ചില്ല. ഇത്തവണയും ചിപ്പി പതിവ് തെറ്റിക്കാതെ തന്നെ അതേ സ്ഥലത്ത് തന്നെ പൊങ്കാലയിടാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്ത് നിർവൃതി, എന്ത് സന്തോഷം ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയും? ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇടുന്നുണ്ട്, പൊങ്കാല ഇടുന്നുണ്ട്. ഈ വർഷം ഈ പറഞ്ഞ പോലെ വരാൻ പറ്റി, വേറെ മുടക്കമൊന്നും ഇല്ലാതെ വരാൻ പറ്റി. പിന്നെ വർഷങ്ങളായിട്ട് ഇതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ അടുപ്പ് വെക്കുന്നത്. പിന്നെ സ്ഥിരം ആളുകളാണ് ചുറ്റിനുമുള്ളത്. ഇത്തവണ വലിയൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇത്രയും സ്ത്രീ ഭക്തജനങ്ങളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതെ, എനിക്ക് തോന്നുന്നു ഈ വർഷം 40 ലക്ഷത്തോളം പേരെന്ന് ഒക്കെ പറഞ്ഞു കേൾക്കുന്നു. എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ പലരും പറഞ്ഞു കേൾക്കുന്നതാണ്. ഓരോ വർഷവും കൂടുതലല്ലേ, ഓരോ വർഷവും നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ അറിയാം അവിടെ ദർശനത്തിനുള്ള ക്യൂവും തിരക്കും ഒക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചാൽ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ വേറെ സ്റ്റേറ്റുകളിൽ താമസിക്കുന്നവരും ദൂരെയുള്ളത് കാസർഗോഡ്, കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്നവരും ഒക്കെയാണ്. അപ്പം എല്ലാവരും അത്രയും ഭക്തിയോടെ ഇതിനു വേണ്ടി മാത്രം, ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായിട്ട് മാത്രം ഇത്രയും ദൂരം വരുന്നവരാണ് ഒരുപാട് പേരുള്ളത്. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാലിൽ എത്തുന്നത്. ചിപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരും വർഷങ്ങളിൽ ഒരു പ്രതീക്ഷ അമ്മയോട് പറയാൻ എന്തൊക്കെയാണ് കരുതി വെച്ചിട്ടുള്ളത്? അതെ, എനിക്ക് ആഗ്രഹമുണ്ട്, മുടക്കമില്ലാതെ ഇടാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു അനുഗ്രഹം അമ്മയുടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ എല്ലാവർക്കും. ഈ വരുന്ന ഇത്രയും ലക്ഷക്കണക്കിന് സ്ത്രീകളെ പോലെ ഒരാളായിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്, ഒരുപാട് പ്രാർത്ഥനകളായിട്ട്. അപ്പം അതെല്ലാം നന്നായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. അതാണ് പിന്നെ എല്ലാ സ്ത്രീകളും വലിയ പ്രതീക്ഷയിലാണ്. അമ്മയോട് വിവിധ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പുണ്യം നടാനുള്ള വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ പരിസരം ഇപ്പോഴുള്ളത്. ഏതാണ്ട് 10:15 കൂടിയാണ് ഈ പൊങ്കാലയുടെ കാര്യങ്ങൾ പുരോഗമിക്കുക, അതിനെ ആരംഭം കുറിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 10:15 കൂടി അടുപ്പിൽ തീ പകരുന്നതോടുകൂടിയാണ് പൊങ്കാല ആരംഭിക്കുക. ഏതായാലും ഈ പരിസരം മുഴുവൻ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.